ട്വിറ്ററിന് സമാന രീതിയിലുള്ള അതേ ഇൻ്റർഫേസ് വരുന്ന ഒരു അടിപൊളി ഇൻസ്റ്റഗ്രാമിൻ്റെ പുതിയൊരു ആപ്ലിക്കേഷൻ ഇപ്പം ലോഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ട്രെഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ലിങ്കും ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ന്യൂ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും നമ്മളെ ലോഗിൻ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഫോളോവേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു മെത്തേഡിലാണ് വരുന്നത്. എന്നാൽ നമ്മൾ അതിൻ്റെ ഇൻ്റർഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്വിറ്റർ ആപ്ലിക്കേഷന് ആ ഒരു രീതിയിലാണ് ഇൻ്റർഫേസ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AFTHAB. സോ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വരുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു മെത്തേഡിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത്. മെറ്റയുടെ തന്നെ ഒരു ന്യൂ ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു ട്രേഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, മെറ്റയുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫേസ്ബുക്ക് അതുപോലെ തന്നെ മെസ്സഞ്ചർ, ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഒരു ശ്രേണിയിലേക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ വിത്ത് ഇൻസ്റ്റഗ്രാം എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ID ഉണ്ടാവും. സോ നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വിച്ച് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഏത് അക്കൗണ്ടാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇതുപോലൊരു മെസ്സേജ് വരുന്നതായിരിക്കും, ഒരു അപ്രൂവ് റിക്വസ്റ്റ് കൊടുക്കാൻ. സോ ഓക്കെ, അപ്പോൾ അപ്രൂവ് ചെയ്ത റിക്വസ്റ്റ് വന്നിട്ടായിരിക്കും. ജസ്റ്റ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് കുറച്ച് നേരം ഈ ഒരു പേജ് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അപ്രൂവൽ ഇവിടെ കൺഫേം ആവുന്നതായിരിക്കും. കൺഫേം ആയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ഇതുപോലെ നിങ്ങൾക്ക് ബയോ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ലിങ്ക് ആഡ് ചെയ്യാനും ഒരു പേജ് വന്നിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് ബയോ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുള്ള അതേ ബയോ തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ബയോ ഫ്രം ഇൻസ്റ്റഗ്രാം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇൻസ്റ്റൻ്റ്ലി ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ബയോ ഇവിടെ ആഡായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലിങ്കും ഇവിടെ നൽകാവുന്നതാണ്. ലിങ്ക് നൽകിയിട്ട് ടിക്ക് മാർക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ഐക്കൺ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് ഇതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ പുതിയൊരു ആപ്ലിക്കേഷൻ തന്നെ ഇതിന് പറയാം. എന്നാൽ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ട്വിറ്ററിൻ്റെ രീതിയിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് ആണ് വേണ്ടത്, പ്രൈവറ്റ് ആണ് വേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ. സോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ പബ്ലിക് കൊടുത്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്ത ആളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം അവരൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബ്ലാക്ക് ഓട്ടോമാറ്റിക്കലി ഫോളോ എന്ന് കാണാം. സോ ഇതുവരെയായിട്ട് ഈ ട്രെഡ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആക്റ്റീവാക്കി പ്രവർത്തിക്കുന്നില്ല. സോ ഓക്കെ, അപ്പോൾ അപ്പോഴാണ് അവർ ആക്റ്റീവായി നിൽക്കുന്നത് ഇതിൽ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഫോളോ ചെയ്യുന്നത്, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നതായിരിക്കും എന്നാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫോളോ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത എല്ലാ വ്യക്തികളെയും നിങ്ങൾക്ക് ഇവിടെയും ഫോളോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് ട്രെഡ്സ് വർക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ പ്രൈവസിയും പോളിസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം താഴത്ത് കാണുന്ന ജോയിൻ ട്രെഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് താഴത്തായിട്ട് 5 ഓപ്ഷൻസ് കാണാൻ പറ്റും. സെർച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ റേറ്റ് ചെയ്യുന്നതിൻ്റെയും ലൈക്ക് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ സെക്ഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ലൈക്കിൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ ഫോളോ ചെയ്ത ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫോളോ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഫോളോ റിക്വസ്റ്റ് ആണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഇതുപോലെ ഉള്ള ഒരു ഫീച്ചറാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് എന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുത്തിട്ടുള്ള ആ ഒരു ബയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ട്രെഡ്സും അതുപോലെ തന്നെ റിപ്ലേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. സെർച്ച് ബട്ടണിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് വ്യക്തികളെ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. സെൻറ്റർ ഓപ്ഷനാണ് റേറ്റിംഗ് ഉണ്ട്. ട്രെഡ്സ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ട്രെഡ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ
എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഫൈൽ അല്ലെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇനി ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാവുന്നതാണ്. ഈ ലിങ്കും ഡയറക്റ്റ് നമ്മളെ ഇപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് ആ യൂട്യൂബിലേക്ക് തന്നെ പോകുന്നുണ്ട് ഇവിടുന്ന്. സോ ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരെ ലിങ്കും കൂടി നൽകിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ആ പോസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയും അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ചെയ്യാനും ലിങ്ക് കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ട്രെഡ്സ് എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇതുപോലെ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പോസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ട്രെഡ്സ് ഇവിടെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഇത് മെയിൻലി ഇത് ഒരു ടെക്സ്റ്റ് മെസ്സേജർ തന്നെ എന്ന് പറയാം. ഓക്കെ, അല്ലാതെ നമുക്കൊരു വോയിസ് ചെയ്തിട്ടോ മെസ്സേജും കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനൊന്നും ഈ ഒരു ട്രെഡ്സിലില്ല. ഓക്കെ, മെയിൻലി നമ്മൾ ഒരു ട്വിറ്ററിൻ്റെ ആ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഈ ഒരു ലൈക്ക് കൗണ്ടിൻ്റെ ഈ ഒരു ലൈക്കിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള റിപ്ലൈസും അതുപോലെ തന്നെ മെൻഷൻസും നമ്മളെ വെരിഫൈഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഒരു ട്രെഡ്സിൻ്റെ നമുക്ക് ലൈക്ക് ഹിഡൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ആർക്കൊക്കെ നമുക്ക് ഈ ഒരു ട്രെഡ്സിന് റിപ്ലൈ തരാൻ പറ്റും, റിപ്ലൈ തരേണ്ടത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളെ ഫോളോ ചെയ്ത ആളുകൾക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രെഡ്സിന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. ആ രീതിയിലൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളാണ് ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ഗ്ലോബലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പേജ് കാണാം. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കേണ്ടതിൻ്റെ പ്രൊഫൈൽ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ പ്രൈവറ്റ് ആക്കിയിടാം. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യണം, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ ആരെങ്കിലും ലിങ്കും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളെ ഫോളോ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് മെൻഷൻ ചെയ്യാൻ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഹിഡൻ വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആരൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത വ്യക്തികളെ ആരൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ ഫോളോ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, പിന്നെ നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം വഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് നിങ്ങൾ ആ 2 ലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിനെ പോലെ തന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് എന്ന സെക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഫീച്ചറാണ്. സോ നിങ്ങൾ ഇതിൽ ഒരു 30-20 മിനിറ്റൊക്കെ നിങ്ങൾ ചിലവഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ 10 മിനിറ്റൊക്കെ ചിലവഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു മെസ്സേജ് ഒരു നോട്ടിഫിക്കേഷൻ വരും, ഒരു ബ്രേക്ക് എടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് എപ്പോൾ വേണം നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് ഡീആക്ടിവേറ്റ് പ്രൊഫൈൽ എന്ന ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി അതുപോലെ തന്നെ സൂപ്പർവിഷൻ കാണാൻ സാധിക്കും. ഈ സെക്യൂരിറ്റി എന്ന ഭാഗത്തൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. കംപ്ലീറ്റ്ലി ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയൊരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മായിക്ക് നമുക്ക് റീൽസും കാര്യങ്ങളും അതുപോലെ തന്നെ വോയിസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. സോ ഇതിൽ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടെക്സ്റ്റ് മെസ്സേജുകളാണ്. ഈ ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്വിറ്ററിൻ്റെ രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രെഡ്സ് അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതിന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. കാരണം നമ്മൾ ഇനിയുള്ള പുതിയ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് നമ്മളെ ട്രെഡ്സ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. സോ ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ താഴെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മൾ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.